പൊതുവെ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന പല നിയമങ്ങളെയും പദ്ധതികളെയും ചില സംസ്ഥാനങ്ങൾ ഇരുകൈയും നീട്ടി സ്വീകരിക്കും. ചില സംസ്ഥാനങ്ങൾ പാടെ അവഗണിക്കും. ചിലർ അതിൽ എന്തൊക്കെയാണ് വിമർശനമായി ഉന്നയിക്കാൻ സാധിക്കുക എന്നതിനെ കുറിച്ചായിരിക്കും ചർച്ചകൾ നടക്കുന്നത്. ഇപ്പോഴിതാ പ്രഹാർ എന്ന പേരിൽ ഒരു പുതിയ സാമൂഹ്യ സുരക്ഷാ നിയമം കേന്ദ്ര സർക്കാർ കൊണ്ടുവരികയാണ്. എന്റെ ചോദ്യവും അത് തന്നെയാണ്. കേരളം പോലെയുള്ള സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളായാലും അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളായാലും എങ്ങനെയായിരിക്കും ഈ പ്രഹാർ പദ്ധതിയെ സ്വീകരിക്കാൻ പോകുന്നത്? പ്രഹാർ നിയമം രാജ്യത്തിന് വേണ്ടിയിട്ടുണ്ടാക്കിയിട്ടുള്ള നിയമമാണ്. അതിൽ കേരളത്തിന് യാതൊരു റോളും ഇല്ല. സഹകരിച്ചില്ലെങ്കിൽ കേരള മുഖ്യമന്ത്രി വരെ അകത്തു പോകും. അതാണ് പ്രഹാർ നിയമം. അത് ഇന്ത്യയിലെ ഏത് സംസ്ഥാനമായാലും ആ സംസ്ഥാനങ്ങളൊക്കെ കർശനമായി ആ നിയമം പാലിച്ചേ പറ്റൂ. സുപ്രീം കോടതി ഇറക്കുന്ന എന്ത് വിധിയും കേരളമാണ് ഞാൻ നടപ്പാക്കില്ല എന്ന് ഇവിടെ പറയാൻ പറ്റുമോ? പറ്റില്ല. അതുമാതിരി കണക്കാക്കിയാൽ മതി. ഇത് കേന്ദ്രം കൊണ്ടുവരുന്ന ഒരു ദേശീയ ഭീകരതയ്ക്കെതിരെയുള്ള ഒരു നിയമമാണ്. ലോകത്തിൽ ആദ്യമായിട്ടാണ് ഒരു രാജ്യം ഇത്തരത്തിൽ ഒരു നിയമം അതിന്റെ പാർലമെന്റിൽ വെച്ച് പാസാക്കി അവതരിപ്പിച്ച് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു നിയമം ഒരു രാജ്യം കൊണ്ടുവരണമെങ്കിൽ ഈ ലോകത്ത് ഭീകരത അത്രയും അതിന്റെ മൂർധന്യത്തിൽ ചെന്നു നിൽക്കുകയാണ് എന്ന് നമുക്ക് അനുമാനിക്കാം. നമുക്ക് സാധാരണ വാർത്തകൾ കാണുമ്പോൾ തന്നെ അത് വളരെ ഏത് സാധാരണക്കാരന് പോലും മനസ്സിലാക്കാം. അതായത് വേൾഡ് ട്രേഡ് സെന്റർ അന്ന് ഇടിച്ചു തകർത്തു, അല്ലെങ്കിൽ ഫ്രാൻസിൽ പൊട്ടിത്തെറിച്ചു, അല്ലെങ്കിൽ ആസ്ട്രേലിയയിൽ സൂപ്പർ മാർക്കറ്റിന്റെ ഉള്ളിൽ വന്ന് വെടിവെച്ചിട്ടു. അങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഓരോ ദിവസങ്ങളിലും ഓരോ തരം ന്യൂസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ 2025 അവസാന ഘട്ടത്തിൽ പെട്ടെന്ന് കാശ്മീരിൽ ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ കയറി വന്ന് ഒരുപാട് ജനങ്ങളുടെ മുണ്ട് പൊക്കി നോക്കിയിട്ട്, അതാണ് അതിൽ ഭയങ്കര അത്ഭുതം. വെറുതെ വന്ന് വെടിവെച്ചു കൊല്ലല്ല, മുണ്ട് പൊക്കി നോക്കിയിട്ട് ഒരു പ്രത്യേക മതവിഭാഗത്തിനെ തെരഞ്ഞു പിടിച്ചു കൊല്ലുന്നു. അപ്പോ ഈ ആസൂത്രിതമായ ഈ ഭീകരത എന്തിനാണ് ഇവർ നടത്തുന്നത്? അതിന് ഉത്തരമില്ല അവർക്ക്. ഇവര് അതിനൊരു ഉത്തരം പറയില്ല. ഒറ്റ പടച്ചോൻ, ഒറ്റ ദൈവം, അത് മാത്രമേ ലോകത്തുള്ളൂ. അത് പറഞ്ഞാൽ വിവരമുള്ളവരോട് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റില്ല. അവരോട് വാദിച്ചിട്ട് കാര്യമില്ല. ഇവിടെ കോൺഗ്രസ്സുകാര് അവർക്ക് കോളാമ്പി വെച്ച് 5 നേരവും ഒറ്റ ദൈവം പടച്ചോൻ, ആ പടച്ചോനെ നിസ്കരിക്കാൻ വരൂ എന്ന് പറഞ്ഞ് 5 നേരം ഇവിടെയുള്ള പൊതുജനങ്ങളെ മുഴുവൻ ശല്യം ചെയ്തുകൊണ്ട് ബാങ്ക് വിളിക്കാനുള്ള സൗകര്യം ഇവിടുത്തെ കോൺഗ്രസ്സുകാർ അവർക്ക് ചെയ്തു വെച്ചു കൊടുത്തിരിക്കുകയാണ്. എന്നാ ഇവർക്ക് ബുദ്ധിയില്ലേ, വിവരമില്ലേ, എഡ്യൂക്കേഷൻ ഇല്ലേ? എഡ്യൂക്കേഷൻ എടുക്കാൻ, പഠിക്കാൻ അവര് സംവരണം പിടിച്ചു വാങ്ങിയിട്ട് വെച്ചിട്ടില്ലേ? അങ്ങനെ പഠിക്കുന്നില്ലേ? അപ്പൊ പഠിച്ചു കഴിഞ്ഞാൽ സാധാരണ ഒരു വിവരം വെക്കുക ചെയ്യുക. ഈ വിവരം വെക്കുമ്പോൾ കൂടുതൽ വിവരക്കേടായിട്ട് മാറുകയാണ് ഇവരുടെ മനസ്സ് എന്നാണ് എനിക്കിപ്പോ തോന്നുന്നത്. സാധാരണ നമ്മളൊക്കെ വിവരം വെച്ചാൽ വിവേകിയായിട്ടാണ് മാറുക. ഈ പ്രാർത്ഥന ഇതൊക്കെ എപ്പോഴാണ് നമ്മുടെ മനസ്സിൽ വെക്കേണ്ട കാര്യമാണ്. അതിന് വിളിച്ചു വരുത്തേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അത് എന്ത് വേണമെങ്കിൽ വിശ്വസിച്ചോ. ആ വിശ്വാസം നമ്മുടെ മനസ്സിലാണ്. അത് വിളിച്ചു വരുത്തേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ അടിച്ചേൽപ്പിക്കേണ്ട ആവശ്യമില്ല, അവരെ ചീത്ത പറഞ്ഞ് വിളിക്കേണ്ട ആവശ്യമില്ല. അതിലിപ്പോ ഒരു പകുതിയിൽ കൂടുതൽ ആൾക്കാർ, എനിക്കറിയാം ഒരുപാട് വ്യക്തികളെ, എഡ്യൂക്കേറ്റഡ് ആൾക്കാരെ, അവർക്കൊക്കെ ഇതൊരു ബുദ്ധിമുട്ടായി, ശല്യമായി മാറിയിരിക്കുകയാണ്. കാരണം ഇതൊരു നിർബന്ധം. ഒരു മഹല്ല് കമ്മിറ്റി ഉണ്ടാക്കി അതിൽ വെള്ളിയാഴ്ച വന്നില്ലെങ്കിൽ അതിന് പിഴ. അത് എപ്പോഴാണ് ഇവർ പിടിക്കുക അറിയോ? ഇവര് മരിക്കുമ്പോഴോ ആ വീട്ടിലൊരു വിവാഹം നടക്കുമ്പോഴാണ് കൂട്ടത്തോടെ ഈ പൈസ പിടിച്ചു വാങ്ങുന്നത്. അങ്ങനെ അതിനെതിരായിട്ട് ആ സമൂഹത്തിൽ ഒരു പകുതി ശതമാനത്തിൽ കൂടുതൽ ആൾക്കാർ അതിന് തന്നെ എതിരാണ്. അത് അവർക്ക് മനസ്സിലാവാതെയാണ്. വരും കാലങ്ങളിൽ അതിനുള്ള മാറ്റങ്ങൾ വരും. അതിനുള്ളൊരു തുടക്കം തന്നെയാണ് ഇപ്പൊ നമ്മൾ കണ്ടില്ലേ, ഒരു മുസ്ലിയാര്, AP അബൂബക്കർ മുസ്ലിയാര്, അയാൾ കാലങ്ങളായി പ്രവർത്തനത്തിൽ നടത്തുന്ന ആൾക്ക് അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ചില ചുവട് മാറ്റങ്ങൾ നടത്തിയതും. അദ്ദേഹത്തിന് ഇത്രയും തെറികൾ, ഇന്നലെയും കൂടി അയാളെ വളരെ പച്ചത്തെറി മുസ്ലിം ലീഗിന്റെ ഒരു നേതാവ് സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുകയാണ്. അപ്പൊ TV ചാനലുകാരും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആ വാക്ക് പിൻവലിക്കുന്നുണ്ടോ അതോ ആ വാക്കിൽ ഉറച്ചു നിൽക്കുകയാണോ? അപ്പൊ അയാൾ ഉറച്ചു നിൽക്കുക. ഇത് നിങ്ങൾ തന്നെ ഭാവിയിൽ ഇതിനുള്ള
ഇത് കേൾക്കേണ്ടി വരുന്ന ആ ചാനൽക്കാരായാലോട് പറയുന്നുണ്ട്. എന്നാൽ പോലും ഈ ഉസ്താദിനെ, ഈ പണ്ഡിതനെ, മുഫ്തി ഓഫ് ഇന്ത്യ ആയി തെരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹത്തിനെ പച്ചത്തറി പറയാണ് ഒരു മുസ്ലിം ലീഗിന്റെ നേതാവ്. അപ്പോ ഇത്തരത്തിലുള്ള വ്യക്തികൾ ഈ സമൂഹത്തിൽ നിലനിൽക്കുമ്പോൾ ഈ പ്രഹാർ പോലത്തെ നിയമം ഇവിടെ അത്യാവശ്യമാണ്. ഈ നിയമത്തിന്റെ പ്രത്യേകത എന്താണ്? രാജ്യത്തിന് വരുന്ന വെല്ലുവിളി, അത് പല രൂപത്തിലാണ് വെല്ലുവിളി. ഇന്ന് ഏറ്റവും വലിയ വെല്ലുവിളി ഇപ്പൊ ഈ കണ്ടതൊക്കെയാണ്. സമൂഹത്തിന്റെ ഉള്ളിൽ ഒപ്പം നിന്നുകൊണ്ട് സമൂഹത്തിൽ വിഭജനം നടത്തിക്കൊണ്ടിരിക്കുക. അതായത് പച്ചക്കല്ലേ പറഞ്ഞത്, 10 കൊല്ലമായി ഞങ്ങൾക്ക് അധികാരമില്ല, അധികാരം ഞങ്ങൾ പിടിച്ചു വാങ്ങും, പിടിച്ചു വാങ്ങിയിട്ട് ഈ 10 കൊല്ലം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട എല്ലാം ഞങ്ങൾ തിരിച്ചെടുക്കും. എവിടുന്ന്? അവന്റെ തറവാടാണോ ഇത്, ഈ ഖജനാവ്? അവൻ ഓപ്പൺ ആയിട്ടില്ലേ പറഞ്ഞത്? അപ്പൊ ഇത്തരത്തിലുള്ള ഈ സമൂഹത്തിൽ വിഭജനമുണ്ടാക്കുന്ന രീതിയിൽ പ്രസംഗിച്ച് നടക്കുമ്പോ ഇതിന് ഒരു അന്ത്യം വേണ്ടേ? അപ്പൊ ഒരു നിയമം വേണം. അതാണ് പ്രഹാർ നിയമം. പ്രഹാർ, അതിനുള്ള അർത്ഥമുണ്ട്, പ്രഹാരം. ഇതൊരു വലിയ പ്രഹരമായിട്ടുള്ള നിയമമായിരിക്കും, ഒരു സംശയവും വേണ്ട. ഇന്ത്യയിൽ നിന്ന് അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? കര, വ്യോമം, കടല്. ഈ 3 രീതിയിലാണ് ഇന്ത്യയിലേക്ക് പ്രഹരം വരുന്നത്, പല രീതിയിൽ. അതിനൊക്കെ പുറമെ സൈബർ അറ്റാക്ക്. അപ്പൊ ഇതിനൊക്കെ കർശനമായ നിയമങ്ങൾ. ഇതിനൊക്കെ മുകളിലാണ് ഈ ബ്ലാക്ക് മണി, അതായത് കുഴൽപ്പണം, ഈ പണമിടപാട്. അതിന്റെ മുകളിലാണ് ഇപ്പൊ ഒരു വന്നതിന്റെ കണക്ക് കൊടുക്കാത്തതിനാ അവനെ പിടിച്ച് ജയിലിലിട്ടത്. ഇപ്പൊ കണക്ക് കൊടുത്തിട്ടാണോ എന്നറിയില്ല, ഇന്നലെ മിഞ്ഞാന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള എല്ലാ തരം സോഷ്യൽ മീഡിയ ആയാലും വേണ്ടി, സമൂഹമായാലും എവിടെ ആയാലും വേണ്ടിയില്ല, ഓരോരുത്തരും, ഞാനടക്കം നിങ്ങളടക്കം ഓരോരുത്തരും നോട്ടഡ് വ്യക്തിയാണ്. നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈലാണെങ്കിലും, നമ്മൾ ഒരു കടയിൽ പോയി വന്ന് സാധനം വാങ്ങുകയാണെങ്കിലും, നമ്മൾ ഒരു യാത്ര ചെയ്യുകയാണെങ്കിലും, നമ്മളെ ഒരു 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 മീഡിയ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്, നമ്മുടെ പ്രവർത്തനത്തെ ശ്രദ്ധിക്കുന്നുണ്ട്, നമ്മുടെ ഓരോ ചലനത്തെയും ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോ ഈ പ്രഹാർ നിയമം വരുമ്പോൾ, കർശനമായിട്ട് നടപ്പാക്കുമ്പോൾ, ഭാരതം ഒന്നുകൂടി മറ്റുള്ള രാജ്യങ്ങളിലേക്കാട്ടിയും മുന്നിൽ നിൽക്കുന്ന, അതായത് ഭീകരതയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന, അതിനു വേണ്ട ഓരോ സ്റ്റെപ്പുകളും എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആദ്യത്തെ രാജ്യമായിരിക്കും നമ്മുടെ പ്രധാനമന്ത്രി നയിക്കുന്ന ഭാരതം എന്ന് നമുക്ക് അനുമാനിക്കാം. എന്തായാലും സാർ പറഞ്ഞതുപോലെ ഈ രീതിയിൽ ഇന്ത്യ മുന്നോട്ടേക്ക് കുതിക്കുന്നു തന്നെ കരുതാൻ. സാമൂഹ്യവുമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങൾ, അത്തരത്തിലുള്ള പദ്ധതികളൊക്കെ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നു. അങ്ങനെയാണ് പ്രഹാർ നിയമം ഇനി വരാൻ പോകുന്നതും എത്രത്തോളം സംസ്ഥാനങ്ങളൊക്കെ ഇത് പ്രാബല്യത്തിൽ കൊണ്ടുവരുമെന്നതും കണ്ടറിയേണ്ടതാണ്. കേരളത്തിന് മാത്രം ഇത്തരം നിയമങ്ങളിൽ നിന്നൊന്നും പിന്തിരിഞ്ഞോടാൻ സാധിക്കില്ല എന്നതും വ്യക്തമാണ്. താങ്ക് യു ജയശങ്കർ സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.